ഹായ് എല്ലാവർക്കും ടെക് ഏഞ്ചൽ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. SCERT ടെക്സ്റ്റ് ബുക്ക് സീരീസ് ആണ് എടുക്കുന്നത്. ഇന്ന് 9th സ്റ്റാൻഡേർഡിലെ പുതിയ SCERT പാഠഭാഗങ്ങളാണ് ഇവിടെ എടുക്കുന്നത്. 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് 2 ചാപ്റ്റർ 2 വിശാല സമതല ഭൂവിൽ. ഇത് ചാപ്റ്റർ 1 ലോകത്തിന്റെ നിറകയിൽ നിന്ന് 3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ലോകത്തിന്റെ നിറകയിൽ എന്നുള്ള ചാപ്റ്റർ ഫുൾ എടുത്തിട്ടുണ്ട്. ഇത് ചാപ്റ്റർ 2 വിശാല സമതല ഭൂവിൽ. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അതിവിശാലമായ സമതല ഭൂമികൾ, പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, താഴ്വരകൾ മുതലായവ വൈവിധ്യങ്ങളായ ഭൂരൂപങ്ങൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടവയാണിവ. നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഒന്നായ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നത്. ലോകത്തിന് നിറകെ എന്ന ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി വിഭാഗം ഇവിടെ കാണുന്നുണ്ട്. ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായി ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വിസ്തൃതമായ ഭൂവിഭാഗം കാണുന്നുണ്ട്. ഈ അതിവിശാലമായ ഒരു എക്കൽ സമതലമാണിത്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത്. ഉത്തരപർവ്വത മേഖലയുടെ വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ടും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇത് അതിവിശാലമായ ഒരു എക്കൽ സമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ സ്ഥാനം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായി സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ്. ഇത് അതിവിശാലമായ ഒരു എക്കൽ സമതലമാണ്. ഏതാണിത്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ സ്ഥാനം ഇവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന ഭാഗമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഈ ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് പർവ്വതനിരകൾ. ഉത്തരപർവ്വത മേഖലയും ഉപദ്വീപീയ പീഠഭൂമി രണ്ട് ഭാഗത്തായിട്ട് കിടക്കുന്നു. ഇതിന്റെ ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് വിശാലമായ ഒരു എക്കൽ സമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഈ ചാപ്റ്റർ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ളത് സമതലങ്ങളെ പറ്റിയാണ്. വിശാല സമതല ഭൂ എന്ന ചാപ്റ്ററിന്റെ പേര് പോലെ സമതലങ്ങളെ പറ്റിയാണ് കൂടുതൽ പഠിക്കാനുള്ളത്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഉത്തരപർവ്വത മേഖലയിൽ നമ്മുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളും മണ്ണും ഒക്കെ വിശദമായി എടുത്തതാണ്. ഇതിനകത്ത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്ഥാനം പഠിക്കണം. ഉത്തരേന്ത്യൻ സമുദ്രങ്ങൾ എന്നും അറിയപ്പെടുന്ന ഈ ഭൂപ്രകൃതി വിഭാഗം, അപ്പോൾ ഉത്തരേന്ത്യൻ സമുദ്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങൾ എന്നും അറിയപ്പെടുന്നത്. എക്കൽ എന്താണെന്ന് ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നദികൾ ഒഴുക്കിക്കൊണ്ട് വരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളാണ് എക്കൽ എന്നറിയപ്പെടുന്നത്. നദികൾ ഒഴുക്കിക്കൊണ്ട് വരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളെയാണ് എക്കൽ എന്ന് പറയുന്നത്. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങി ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ആയതിനാൽ ഇവയെ ഭൂരൂപീകരണ സഹായികളെന്നും ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമായ പ്രക്രിയകളെ ഭൂരൂപീകരണ പ്രക്രിയകളെന്നും വിളിക്കുന്നു. ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോവുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ നിക്ഷേപണം എന്നാണ് വിളിക്കുന്നത്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. മഴത്തുള്ളികൾ വീഴുന്ന ഇളകിയ വസ്തുക്കളെ നീക്കിക്കൊണ്ടുപോകുന്നു, താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു. മഴത്തുള്ളികൾ മഴ വീണ് ഇളകിയ വസ്തുക്കളെ നീക്കിക്കൊണ്ടുപോകുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു. ഇനി നിക്ഷേപണം എന്ന് പറയുന്നത് ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്ത് നീക്കിക്കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറാണിത്. പിന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളായും പല അരുവികൾ ചേർന്ന് നദിയായി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പൊ അരുവികൾ ചേർന്ന് നദിയായി രൂപം പ്രാപിക്കുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമുദ്രങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓരോന്നും മഴ പെയ്യുമ്പോൾ ഓരോന്നും വഹിച്ചുകൊണ്ട് വരുന്നത് എക്കല്. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെ ശിലാവശിഷ്ടങ്ങളെയാണ് എക്കൽ എന്നറിയപ്പെടുന്നത്. ഇതെന്താണെന്ന് ചോദിക്കാം. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളാണ് എക്കൽ എന്നറിയപ്പെടുന്നത്.
പിന്നെ ഉത്തരേന്ത്യൻ സമുദ്രങ്ങൾ എന്നും അറിയപ്പെടുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ്. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങി ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതായതിനാൽ ഇവയെ ഭൂരൂപ രൂപീകരണ സഹായികളെന്നും ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമായ പ്രക്രിയകളെ ഭൂരൂപ രൂപീകരണ പ്രക്രിയകളെന്നും വിളിക്കുന്നു. ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോവുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ മഴവെള്ളമാണ് ഇതിനെയെല്ലാം ഒഴുകിക്കൊണ്ടുപോയി ഒരിടത്തു നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് നീക്കിക്കൊണ്ടുപോയിട്ട് താഴ്ന്ന പ്രദേശങ്ങൾ നിക്ഷേപിക്കുന്നു. ഈ പ്രക്രിയയാണ് നിക്ഷേപണം എന്ന് പറയുന്നത്. അപ്പൊ നിക്ഷേപണം എന്താണെന്ന് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. നിക്ഷേപണം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ശിലാവശിഷ്ടങ്ങളെല്ലാം വഹിച്ചുകൊണ്ടുപോയി താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്ത് നീക്കി കൊണ്ടുവന്ന് കണ്ടോ. ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളമാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത്. അതിനെ നിക്ഷേപണം എന്ന് പറയുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളാകുന്നു. ആ അരുവികളായും പല അരുവികൾ ചേർന്ന് നദിയായും വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പൊ അരുവികൾ ചേർന്നാണ് നദികൾ ഉണ്ടാകുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച കാലക്രമേണ അതിവിശാലമായ എക്കൽ സമുദ്രങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ പൂരൂപങ്ങൾ സൃഷ്ടിക്കുക. അപ്പൊ എക്കൽ സമുദ്രങ്ങൾ എങ്ങനെയാ രൂപപ്പെടുന്നത്? ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമുദ്രങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ പൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ എക്കൽ സമുദ്രങ്ങൾ എങ്ങനെയാ രൂപപ്പെടുന്നത്? ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമുദ്രങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ പൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഉത്ഭവസ്ഥാനം, പോഷക നദികളും നദീമുഖം, ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം കൊടുത്തിട്ടുണ്ട്. ഉപരിഘട്ടം നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശം ഇതാണ് ഉത്ഭവസ്ഥാനം. പ്രഭവസ്ഥാനമെന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖമെന്നും പറയുന്നു. അപ്പൊ ഇതാ നദീമുഖം എന്ന് പറയുന്നത്. നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശം ഉത്ഭവസ്ഥാനം, പ്രഭവസ്ഥാനം എന്നറിയപ്പെടുന്ന അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖം എന്ന് പറയുന്നത്. കണ്ടോ, ഉത്ഭവിക്കുന്ന പ്രദേശത്ത് അവ കടലിലോ ഈ നദി വന്ന് കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടമാണ് നദീമുഖം എന്ന് പറയുന്നത്. ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. പോഷക നദികളും എല്ലാം കൂടെ ചേർന്ന് വന്ന് നദീമുഖത്തിൽ വന്ന് പതിക്കുന്ന ഇവയാണ് നദീമുഖം എന്ന് പറയുന്നത്. 3 ഘട്ടമുണ്ട്. ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. കീഴ്ഘട്ടത്തിലാണ് നദീമുഖം കാണിച്ചിരിക്കുന്നത്. ഉപരിഘട്ടത്തിലാണ് ഉത്ഭവസ്ഥാനം നദികളുടെ. ഇത് ഹിമാലയ പർവ്വത രൂപീകരണത്തിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഹിമാലയ രൂപീകരണത്തിന്റെ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഫലകത്തിന്റെ ഇവിടെ ഹിമാലയ രൂപീകരണത്തിന്റെ ഫലമായി ഹിമാലയത്തിന് തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടം ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. യുറേഷ്യൻ ഫലവും ഇന്ത്യൻ ഫലവും വേർപെടുത്തി സമുദ്രം ഉയർന്നു പൊങ്ങി വന്നാണ് ഹിമാലയ പർവ്വതം രൂപീകരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. യുറേഷ്യൻ ഫലവും ഇന്ത്യൻ ഫലവും ഇന്ത്യൻ ഫലവും കൂട്ടിമുട്ടി അതിന്റെ നടുഭാഗത്ത് തെദീസ് സമുദ്രം ഉയർന്നു പൊങ്ങിയാണ് ഹിമാലയ പർവ്വതം രൂപീകരിച്ചത്. ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്ന് ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. അപ്പൊ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. അപ്പൊ ഹിമാലയത്തിൽ നിന്ന് ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. ഹിമാലയ രൂപീകരണ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. അപ്പൊ ഹിമാലയ രൂപീകരണത്തിന്റെ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഈ സമുദ്രം രൂപം കൊണ്ടത്. അപ്പൊ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമുദ്രം രൂപം കൊണ്ടത്. ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിന്റെ കനം എന്ന് പറയുന്നത് ഏകദേശം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ് എക്കൽ നിക്ഷേപത്തിന്റെ കനം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമുദ്രത്തിന്റെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആശയവ്യക്തമുള്ള ചിത്രീകരണം തോത് അടിസ്ഥാനമാക്കിയാണെന്ന് എഴുതിയിട്ടുണ്ട്. ടിബറ്റൻ പീഠഭൂമി, ഹിമാദ്രിയാണ് ഏറ്റവും ഉയരത്തിലുള്ളത്. ഹിമാചൽ, അത് കഴിഞ്ഞ് സിവാലിക് ഹിമാലയത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു. ഹിമാദ്രിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ ഉത്ഭവിക്കുന്നത്. ഹിമാദ്രിയിൽ നിന്നാണ് ഹിമാചൽ, സിവാലിക് ഹിമാലയത്തെ പറ്റി 3ആയി ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടായതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഉപദ്വീപീയ പീഠഭൂമിക്കും
ഉപദ്വീപീയ പീഠഭൂമിക്ക് മറ്റേ സിന്ധു ഗംഗാ സമതലം മുകളിൽ പിക്ചറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഉപദ്വീപീയ പീഠഭൂമിക്ക് ഉത്തരപർവ്വത മേഖലയ്ക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം. അവിടെ മാപ്പി കൊടുത്തിട്ടുണ്ട്, വ്യക്തമായിട്ട് അത് നോക്കണം. സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം അവസാദം നിക്ഷേപിച്ചുണ്ടായതാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. ഗംഗ, യമുന, ബെത്വ എന്നിവയാണ്. ഗംഗ, യമുന, ബെത്വ എന്നിവയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമുദ്രത്തിലൂടെ ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉദ്ഭവിച്ചൊഴുകുന്ന നദികളെ യഥാക്രമം ഹിമാലയ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും പറയുന്നു. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഹിമാലയ നദികളെന്നും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ ഉപദ്വീപീയ നദികളെന്നും പറയുന്നു. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമുദ്രത്തിലൂടെ ഒഴുകുന്ന നദികളെ അവയുടെ ഉത്ഭവസ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഹിമാലയ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ ഹിമാലയ നദികൾ ഏതൊക്കെയാണ്? ഉപദ്വീപ നദികൾ ഏതൊക്കെയാണ്? ഹിമാലയ നദികൾ ഏതൊക്കെയാണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ ഹിമാലയ നദികൾ. ഉപദ്വീപ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, തപ്തി, ഗോദാവരി എന്നിവയെല്ലാം ഉപദ്വീപീയ നദികളാണ്. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. അപ്പം സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമുദ്രത്തിന്റെ ശരാശരി വീതി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഈ സമുദ്രത്തിന്റെ അതിരുകൾ വടക്ക് സിവാലിക് നിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളുമാണ്. അപ്പൊ ഈ സമതലത്തിന്റെ അതിരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഈ സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലത്തിന്റെ അതിരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് സിവാലിക് നിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളുമാണ്. മുകളിൽ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. വടക്ക് സിവാലിക് നിരകളും തെക്ക് ഏതാണ്? തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളുമാണ്. അപ്പം ഈ സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലത്തിന്റെ അതിരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് സിവാലിക് പർവ്വതനിരയും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കൻ അതിരുകളുമാണ്. താഴെ വന്നു കഴിഞ്ഞാൽ ഈ സമതലത്തിന്റെ വിസ്തീർണം ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂലമായ കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാൽ ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമായ മേഖലയായി തീർന്നിരിക്കുന്നു. അപ്പൊ സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം കൃഷിക്ക് ഏറെ അനുയോജ്യമാകാൻ കാരണം എന്തെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂലമായ കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകൾ കാരണമാണ് ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമായ മേഖലയായി തീർന്നിരിക്കുന്നത്. സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാകാൻ കാരണമാണ് വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂലമായ കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി. ഇതൊക്കെ നമുക്ക് ഓർത്തു വെക്കാവുന്നതേ ഉള്ളൂ. ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിന്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായി ഈ സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളെ തിരിക്കാം. ഈ സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളെ തിരിക്കാം. എന്തൊക്കെ ഇന്ത്യക്ക് അടിസ്ഥാനത്തിൽ? നദിയുടെ ഒഴുക്കിന്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത, നദീവ്യവസ്ഥ എന്നിവയുടെ അടിസ്ഥാനത്തിൽ 4 പ്രാദേശിക വിഭാഗങ്ങളെ തിരിക്കാം. ഏതൊക്കെയാണ് 4 പ്രാദേശിക വിഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉത്തരേന്ത്യ സമതലത്തിന് 4, ഉത്തരേന്ത്യ സമതലം എന്നും പറയാം, സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉത്തരേന്ത്യ സമതലത്തിന് 4 പ്രാദേശിക വിഭാഗങ്ങൾ അഥവാ സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലത്തിന് 4 പ്രാദേശിക വിഭാഗങ്ങളാണ്. രാജസ്ഥാൻ സമതലം, പഞ്ചാബ് സമതലം, ഹരിയാന സമതലം. താഴോട്ട് അത് പഠിക്കാനുണ്ട് നമുക്ക്. ഉത്തരേന്ത്യ സമതലത്തിന് പ്രാദേശിക വിഭാഗങ്ങളാണ് പഞ്ചാബ്, ഹരിയാന സമതലം, രാജസ്ഥാൻ സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിവയാണ്. ഇവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഉത്തരേന്ത്യ സമതലത്തിന്റെ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. കാളി, ഘോഗ്ര, ഗോമതി, ഗംഗ, സിന്ധ്, ബെത്വ, യമുന എന്നിവയെല്ലാം ഗംഗാ സമതലമാണ്. ബ്രഹ്മപുത്ര സമതലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാനസ്, തീസ്ത, ലോഹിത്, ദിബാങ് എന്നിവയെല്ലാം രാജസ്ഥാൻ സമതലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൂണിയാണ് രാജസ്ഥാൻ സമതലത്തിന്റെ ഭാഗമാണ് ലൂണി. ബ്രഹ്മപുത്ര സമതലം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി രാജസ്ഥാൻ സമതലം പഠിക്കുക. രാജസ്ഥാൻ സമതലം ലൂണി. ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം. അപ്പം രാജസ്ഥാൻ സമതലത്തിൽ ഉൾപ്പെടുന്നതാണ് ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ് ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം. ഇമ്പോർട്ടന്റ്. ഥാർ മരുഭൂമി ഉൾപ്പെടുന്നതാണ് രാജസ്ഥാൻ സമതലം. ഉത്തരേന്ത്യ സമതലം അഥവാ സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ്. ഥാർ മരുഭൂമിയുടെ മുന്നിൽ 2 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഥാർ മരുഭൂമിയുടെ 2 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളെ വ്യാപിച്ചു കിടക്കുന്നു. ഇവിടെ കാണുമ്പോൾ അറിയാം ഥാർ മരുഭൂമിയുടെ 2 ഭാഗവും രാജസ്ഥാനിലാണ്, ബാക്കിയെല്ലാം
പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലെ വ്യാപിച്ചു കിടക്കുന്നു. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർത്ഥ മരുഭൂമി മേഖല, അർത്ഥവരണ്ട സമതലം, അതായത് അർത്ഥവരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും ഥാർ മരുഭൂമിയെ രണ്ട് പ്രധാന മേഖലകളായി തരംതിരിക്കാം. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർത്ഥ മരുഭൂമി മേഖല അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും ഥാർ മരുഭൂമിയെ രണ്ട് പ്രധാന മേഖലകളായി തിരിക്കാം. ഥാർ മരുഭൂമിയെ മരുസ്ഥലി എന്നും രാജസ്ഥാൻ ബാഗർ എന്നും രണ്ടായി തിരിക്കാം. ഥാർ മരുഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത പറയുന്നത് ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സമതലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? രാജസ്ഥാൻ സമതലമാണ്. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമതലമാണ് രാജസ്ഥാൻ സമതലം. കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിലെ പ്രധാന നദിയാണ്. അപ്പൊ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാനപ്പെട്ട നദി ഏതാണ്? ലൂണിയാണ് പ്രധാനപ്പെട്ട നദി എന്ന് പറയുന്നത്. രാജസ്ഥാൻ സമതലത്തിലെ പ്രധാനപ്പെട്ട നദി ഏതാണ്? ലൂണിയാണ്. രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട്. സാംഭർ, ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ്. രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ് സംഭാർ, ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങൾ. രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ് രാജസ്ഥാൻ സമുദ്രത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ് ഏതൊക്കെയാണ്? സാംഭർ, ദിദ്വാന, സർഗോൾ എന്നിവയാണ്. അപ്പൊ ലൂണി ഏത് സമതലത്തിന്റെ ഭാഗമാണ്? രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന നദിയാണ് ലൂണി. രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? സാംഭർ, ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ്. രാജസ്ഥാൻ സമതലത്തെ പറ്റി പറയുകയാണെങ്കിൽ ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ്. ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളെ വ്യാപിച്ചിരിക്കുന്നു. മരുസ്ഥലി എന്നും അർത്ഥ മരുഭൂമി മേഖല അഥവാ അർത്ഥവരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും ഥാർ മരുഭൂമിയെ രണ്ട് പ്രധാന മേഖലകളായി തരംതിരിക്കാം. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. ലൂണി നദി ഏതാണ്? രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന നദിയാണ്. രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സാംഭർ, ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ്. നെക്സ്റ്റ് രാജസ്ഥാൻ സമതലം കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ്, ഹരിയാന സമതലമാണ് പഠിക്കാനുള്ളത്. പഞ്ചാബ്, ഹരിയാന സമതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ സമതലത്തിന്റെ പ്രധാന സവിശേഷത നമ്മൾ മേളിൽ പറഞ്ഞത് രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്കു കിഴക്കോട്ട് സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യ സമതലം ക്രമേണ ഫലഭൂയിഷ്ഠമായ ഒരു സമതലമായി മാറുന്നത് കാണാൻ കഴിയും. രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്കു കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ്, ഹരിയാന സമതലം. അപ്പൊ രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്കു കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതലമാണ് പഞ്ചാബ്, ഹരിയാന സമതലം. പഞ്ചാബ്, ഹരിയാന സമതലം രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്കു കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതലമാണ് പഞ്ചാബ്, ഹരിയാന സമതലം. മേളി ആ മാപ്പ് ഇടയ്ക്ക് നോക്കിക്കോണം. അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചാബ്, ഹരിയാന സമതലം. വേണ്ട ഇവിടാണ് പഞ്ചാബ്, ഹരിയാന സമതലം വരുന്നത്. കണ്ടോ? ഈ വയലറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത് വയലറ്റ് അല്ലല്ലോ, റോസ് കളറിൽ കൊടുത്തിരിക്കുന്നത് പഞ്ചാബ്, ഹരിയാന സമതലം ഇവിടാണ്. രാജസ്ഥാൻ സമതലം അടുത്തായാണ് പഞ്ചാബ്, ഹരിയാന സമതലം എടുത്തിരിക്കുന്നത്. രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്കു കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതലമാണ് പഞ്ചാബ്, ഹരിയാന സമതലം. ഉത്തരേന്ത്യ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണിത്. അപ്പൊ ഉത്തരേന്ത്യ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് പഞ്ചാബ്, ഹരിയാന സമതലം. യമുനാ തീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമുദ്രത്തിന്റെ കിഴക്കൻ അതിര് യമുന നദിയാണ്. അപ്പൊ ഈ സമുദ്രത്തിന്റെ പഞ്ചാബ്, ഹരിയാന സമുദ്രത്തിന്റെ കിഴക്കൻ അതിര് ഏത് നദിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുന നദിയാണ്. കിഴക്കൻ അതിര് യമുന നദിയാണ്. പഞ്ചാബ്, ഹരിയാന സമുദ്രത്തെ കിഴക്കൻ അതിര് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുന നദിയാണ്. രാജസ്ഥാൻ സമുദ്രത്തിന്റെ കിഴക്കും വടക്കു കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ്, ഹരിയാന സമതലം. ഈ സമുദ്രത്തിന്റെ കിഴക്കൻ അതിരാണ് യമുന നദി. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ വ്യാപ്തി ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗങ്ങളായ പഞ്ചാബ് സമതലം മുഖ്യമായും സത്ലജ്, ഝലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ്. പഞ്ചാബ് 5 നദികളുടെ നാടെന്നും അറിയപ്പെടുന്നത്. അപ്പൊ 5 നദികളുടെ നാടെന്ന് അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ബേസിക് GK ആണ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. പഞ്ചാബ്, ഹരിയാന സമതലത്തെ 5 പ്രധാന ദ്വീപുകളായി തിരിച്ചിരിക്കുന്നു. പഞ്ചാബ്, ഹരിയാന സമതലത്തെ 5 പ്രധാന ദ്വീപുകളായി തിരിച്ചിരിക്കുന്നു. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. പഞ്ചാബ്, ഹരിയാന സമതലത്തെ 5 പ്രധാന ദ്വീപുകളായി തിരിച്ചിരിക്കുന്നു. അപ്പൊ ദ്വീപ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദ്വീപുകൾ. പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദ്വീപുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദ്വീപുകൾ.
പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. പഞ്ചാബ് ഹരിയാന സമതലം ഇന്ത്യയിൽ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ വ്യാപിച്ചിരിക്കുന്ന ഏത് പഞ്ചാബ് ഹരിയാന സമതലം. ഈ സമതലത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം മുഖ്യമായി സത്ലജ്, ചലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചുകൊണ്ടിരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട രൂപം കൊണ്ടതാണ് പഞ്ചനദികളുടെ നാദം എന്നറിയപ്പെടുന്നു. പഞ്ചാബ് ഹരിയാന സമതലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചലം, ചിനാബ്, ബിയാസ്, രവി, സത്ലജ് എന്നീ നദികൾ വഹിച്ചുകൊണ്ടിരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട രൂപം കൊണ്ടതാണ് പഞ്ചാബ് ഹരിയാന സമതലം. ദോബ് എന്തുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദോബുകളായി തിരിച്ചിരിക്കുന്നു. പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഗംഗാ സമതലമാണ്. പ്രധാന ദോബുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രധാന ദോബുകൾ ഏതൊക്കെയാണ്? ബിസ്തർ, ജലന്ധർ ദോബ്, ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ബിസ്തർ, ജലന്ധർ ദോബ്, ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ബാരി ദോബ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ബിയാസ്, രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. രച്ന ദോബ്, രവി, ചിനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. കണ്ടാര്? രച്ന, ചിനാബിന്റെ രചന, രവി, ചിനാബ് എന്നീ നദികൾക്കിടയിൽ. ഛാജ് ദോബ് എവിടെ? ചിനാബ്, ചലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധുസാഗർ ദോബ് ചലം, ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധുസാഗർ ദോബ് ചലം, ചിനാബ് നദികൾക്കും സിന്ധു നദികൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാന ദോബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 ദോബുകൾ, പ്രധാനപ്പെട്ട ദോബുകളാണ്. 5 ദോബുകളാണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ പ്രധാനപ്പെട്ട ദോബുകളാണ്. 5 ദോബുകളായി 5 ദോബുകളായി തിരിച്ചിരിക്കുന്നതാണ്. പ്രധാന ദോബുകളാണ് ബിസ്തർ, ജലന്ധർ ദോബ്, ബാരി ദോബ്, രച്ന ദോബ്, ഛാജ് ദോബ്, സിന്ധുസാഗർ ദോബ്. ഇത് വായിച്ചിരിക്കണം. നെക്സ്റ്റ് ഗംഗാ സമതലം. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ ചോദിക്കാം. ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഗംഗാ സമതലം ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ വ്യാപിച്ചിരിക്കുന്നു. ഗംഗാ സമതലം ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നു. ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായി സമതലം രൂപപ്പെട്ടത്. അപ്പൊ ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്ന ഗംഗാ സമതലം രൂപപ്പെട്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിന്റെ പൊതുവായ ചരിവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ്. അപ്പൊ പഞ്ചാബ് ഗംഗാ സമതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ സമതലത്തിന്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളെ ചില ഭാഗങ്ങളെ ഇത് ഉൾക്കൊള്ളുന്നു. ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ഈ സമതലം രൂപപ്പെട്ടിരിക്കുന്നത്. ഗംഗാ സമതലം രൂപപ്പെട്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിന്റെ പൊതുവായ ചരിവ് എങ്ങോട്ടാണ്? കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ്. ഗംഗാ സമതലത്തിന്റെ ഉപവിഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കീഴ് ഗംഗാ സമതലം ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. മധ്യ ഗംഗാ സമതലം ബ്ലൂ കളറ്. വയലറ്റ് കളറിൽ ഉപരി ഗംഗാ സമതലം കൊടുത്തിട്ടുണ്ട്. വയലറ്റ് കളറിൽ ഉപരി ഗംഗാ സമതലം, മധ്യ ഗംഗാ സമതലം, കീഴ് ഗംഗാ സമതലം. ഗംഗാ സമതലത്തിന്റെ ഉപവിഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ബ്രഹ്മപുത്ര സമതലമാണ്. ബ്രഹ്മപുത്ര സമതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗമായ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര സമതലം അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗമായാണ് ബ്രഹ്മപുത്ര സമതലം. അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലമാണ് ബ്രഹ്മപുത്ര സമതലം. ഇതിന് ഏകദേശം 720 കിലോമീറ്റർ നീളവും ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ബ്രഹ്മപുത്ര സമുദ്രത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. ബ്രഹ്മപുത്ര സമുദ്രത്തിന്റെ ഭൂരിഭാഗം പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. പൊതുവെ ഉത്തരേന്ത്യ സമുദ്രത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമുദ്രത്തെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമുദ്രം വേറിട്ട് നിൽക്കുന്നു. വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പത്കായ് നാഗ കുന്നുകളും തെക്ക് ഗാരോ കാസി ജയന്തിയ കുന്നുകളും മിഗിർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ചു നിർത്തുന്നു.
ബ്രഹ്മപുത്ര സമുദ്രത്തിന് പടിഞ്ഞാറായി കീഴ് ഗംഗാ സമുദ്രം സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മപുത്ര സമുദ്രം പടിഞ്ഞാറായിട്ട് കീഴ് ഗംഗാ സമുദ്രം സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മപുത്ര സമുദ്രം ഉത്തരേന്ത്യ സമുദ്രത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗമായാണ് ബ്രഹ്മപുത്ര സമുദ്രം നിലകൊള്ളുന്നത്. ഇതിന് ബ്രഹ്മപുത്ര താഴ്വര, അസം സമുദ്രം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന സമുദ്രമാണ് ബ്രഹ്മപുത്ര സമുദ്രം. ഏകദേശം 720 കിലോമീറ്റർ നീളവും 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ബ്രഹ്മപുത്ര സമുദ്രത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഏത് സ്റ്റേറ്റാണ്? അസമിലാണ്. പൊതുവെ ഉത്തരേന്ത്യ സമുദ്രത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമുദ്രത്തെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായ ബ്രഹ്മപുത്ര സമുദ്രം വേറിട്ട് നിൽക്കുന്നു. വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പത്കായ് നാഗ കുന്നുകളും തെക്ക് ഗാരോക്കാസി ജയന്തിയ കുന്നുകളും മിഗിർ കുന്നുകളും ചേർന്ന് ഈ സമുദ്ര ഭാഗത്തെ വേർതിരിച്ചു നിർത്തുന്നു. ബ്രഹ്മപുത്ര സമുദ്രത്തിന് പടിഞ്ഞാറായി കീഴ് ഗംഗാ സമുദ്രം സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മപുത്ര സമുദ്രത്തെ പറ്റി ഇത്രയാണ് പഠിക്കാനുള്ളത്. താഴെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ബ്രഹ്മപുത്ര നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമുദ്രം ബ്രഹ്മപുത്ര നദിയുടെ അതിന്റെ പോഷക നദികളുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഏത് ബ്രഹ്മപുത്ര സമുദ്രം? തീസ്റ്റ, മാനസ, ലോഹിത്, ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീസ്റ്റ, മാനസ, ലോഹിത്, ദിബാങ്, സുബൻസിരി എന്നിവയാണ്. തീസ്ത, മാനസ, ലോഹിത്, ദിബാങ്, സുബൻസിരിയും കൂടെ ഉണ്ട്. സുബൻസിരി എന്നിവയാണ് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളുടെ നിക്ഷേപണ പ്രക്രിയ രൂപപ്പെട്ടതാണ് ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീസ്ത, മാനസ, ലോഹിത, ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ. ഒരെണ്ണങ്ങളുടെ സുബൻസിരി. ഈ സമതലം എക്കൽ വിശറികളാൽ സമ്പന്നമാണ്. എക്കൽ വിശറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ അഥവാ എക്കൽ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ. എക്കൽ വിശറികൾ എന്താണെന്ന് പഠിക്കണം. എക്കൽ വിശറികൾ എന്താണ്? നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ അഥവാ എക്കൽ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ. അപ്പൊ ഏത് സമതലമാണ് എക്കൽ വിശറികളാൽ സമ്പന്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമതലമാണ്? ബ്രഹ്മപുത്ര സമതലമാണ് എക്കൽ വിശറികളാൽ സമ്പന്നമായിരിക്കുന്നത്. ബ്രഹ്മപുത്ര സമതലമാണ് എക്കൽ വിശറികളാൽ സമ്പന്നമായിരിക്കുന്നത്. അത് നമ്മൾ ഗംഗാ സമതലം പഠിച്ചു, ബ്രഹ്മപുത്ര സമതലം പഠിച്ചു, പഞ്ചാബ് ഹരിയാന സമതലം പഠിച്ചു. എക്കൽ വിശറികളാൽ സമ്പന്നമായ സമതലമാണ് ബ്രഹ്മപുത്ര സമതലം. എക്കൽ വിശറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും അതായത് അവ വഹിച്ചുകൊണ്ടിരുന്ന അവസാദങ്ങൾ അഥവാ എക്കൽ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ എന്ന് പറയുന്നത്. സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായി പിരിയുന്നു. സമതല പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന നദികൾ പല ചാലുകളിലായി പിരിയുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു വിളഞ്ഞ് ഒഴുകുകയും പിന്നീട് അവ ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണം പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്സ്ബോ തടാകങ്ങളുടെ ഇവിടെ കൊടുത്ത എക്കൽ വിശറിയുടെ പിക്ചറാണ് വേണ്ടത്. എക്കൽ വിശറി നദികൾ സമുദ്രങ്ങളിൽ പ്രവേശിച്ച് ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും അവ വഹിച്ചുകൊണ്ടിരുന്ന അവസ്ഥാനങ്ങൾ വിശറിയുടെ രൂപത്തിൽ കണ്ട ഒരു വിശറിയുടെ രൂപത്തിലാണ് എക്കൽ വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇങ്ങനെ വിശറിയുടെ രൂപത്തിൽ രൂപപ്പെടുന്നതുകൊണ്ട് അവയെ എക്കൽ വിശറികൾ എന്ന് അറിയപ്പെടുന്നത്. സമതല പ്രദേശങ്ങളുടെ തുടർന്നൊഴുകുന്ന നദികൾ ചില ചാലുകളായി പിരിയുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുകയും പിന്നീട് അവ ഓക്സ്ബോ തടാകം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ലാസ്റ്റ് ഇതിന്റെ ഓക്സ്ബോ തടാകം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നു കണ്ടോ. ഓക്സ്ബോ തടാകം. മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുകൾ ഉള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിന്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞ് ഒഴുകി വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട ഒറ്റപ്പെട്ട തടാകമായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണം കൊടുത്തിട്ടുണ്ട്. അപരദന പ്രക്രിയ നടക്കുമ്പോൾ നിക്ഷേപണവും അപരദനവും എല്ലാം നടക്കുമ്പോൾ നൽകേണ്ട വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നു. അത് കഴിഞ്ഞിട്ട് വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ ഒഴുക്ക് കുറയുമ്പോഴേ ഇങ്ങനെ സംഭവിക്കുന്നു. ഒഴുക്ക് കൂടുമ്പോൾ പിന്നീട് നദി എന്തുവാ ആ നേർഗതി സ്വീകരിക്കുന്ന നിക്ഷേപം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് വേർപെട്ട ഒറ്റപ്പെട്ട തടാകമായി മാറുകയും ചെയ്യുന്നു. കണ്ടോ, ഒറ്റപ്പെട്ട തടാകം ഇവിടുന്ന് വേർപെട്ടത് തടാകമായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ.
നദി എന്ന് പറയുന്നത് ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതായ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്ന് കണ്ട ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ കൊടുത്തിരുന്ന കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അവസാദ നിക്ഷേപം നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിന്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞ് ഒഴുകി മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നുണ്ട്. നദി വളഞ്ഞു പുളഞ്ഞ് ഒഴുകി മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. തുടർച്ചയായിട്ട് ഇങ്ങനെ അപരദനവും നിക്ഷേപണ പ്രക്രിയ ഉണ്ടാകുന്ന പോലെ ഇത് കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി അതിന്റെ നേർഗതി സ്വീകരിക്കുക നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തുനിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. രൂപീകരണം കൊടുത്തിട്ടുണ്ട്. ഈ 4 പിക്ചറിൽ മനസ്സിലാക്കാൻ പറ്റും ഓക്സ്ബോ തടാകങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്. ഓക്സ്ബോ തടാകങ്ങൾ ഇങ്ങനെയാണ് രൂപപ്പെടുന്നത്. കണ്ടോ, വളഞ്ഞു വളഞ്ഞൊഴുകിയിട്ട് നദി മിയാൻഡറിങ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈ പിക്ചറിൽ. നദി മിയാൻഡറിങ്. നദികൾ ഇങ്ങനെ വളഞ്ഞു ഒഴുകുന്നതിന് നദീ മിയാൻഡറിങ് എന്ന് അല്ലെങ്കിൽ നദീ വലയങ്ങൾ എന്നറിയപ്പെടുന്നു. നദീ മിയാൻഡറിങ്ങിനെ നദീ വലയങ്ങൾ എന്നറിയപ്പെടുന്നു. നദികൾ ഇങ്ങനെ വളഞ്ഞു ഒഴുകുന്നതിനെയാണ് നദീ മിയാൻഡറിങ് അല്ലെങ്കിൽ നദീ വലയങ്ങൾ എന്ന് പറയുന്നത്. നദീ മിയാൻഡറിന്റെ ചിത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. നദികൾ ഇങ്ങനെ വളഞ്ഞു ഒഴുകുന്നതിനാണ് നദീ മിയാൻഡറിങ് അഥവാ നദീ വലയങ്ങൾ എന്ന് പറയുന്നത്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കു നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായി തിരിക്കാം. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ അഥവാ ഗംഗാ ബ്രഹ്മപുത്ര സമതലത്തെ വടക്കു നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായി തിരിക്കാം. ഫാബർ, ടെറായി, എക്കൽ സമുദ്രങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. ഫാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. ബാക്കി നെക്സ്റ്റ് പാർട്ട് 2-ൽ അപ്ലോഡ് ചെയ്യാം. ഒത്തിരി ലെങ്തി ആയിട്ട് പോയിട്ടുണ്ട് വീഡിയോ. നെക്സ്റ്റ് ഭാഗം പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പാർട്ട് 1 ഇത്രയും എടുക്കാം. ഒത്തിരി ഉണ്ട് ഈ ചാപ്റ്ററിൽ. ഇനി പ്രളയ സമതലങ്ങളും ഈ ഓരോ മേഖലകളെ പറ്റി ഫാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്നിവ വിശദമായിട്ട് എടുക്കാം. സപ്പോർട്ട് ഒത്തിരി ഉണ്ട്. ചാപ്റ്റർ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇത്രയും എടുക്കാം. പാർട്ട് 1 എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.